എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആരോഗ്യ ദർശനത്തിൽ നമ്മൾ വിവിധ വിഷയങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് ആനുകാലികമായി പത്രവാർത്തകളിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചൂട് കൂടിയിരിക്കുന്നു. പാമ്പുകൾ ജനവാസ മേഖലകളിലേക്കും വീടുകളിലേക്കുമൊക്കെ എത്തിയിരിക്കുന്നു. പാമ്പ് കടിയേറ്റ് നിരവധി പേർ മരണപ്പെട്ടിരിക്കുന്നു. നിരവധി പേർ ചികിത്സയിലാണ്. ഒരു ചെറിയ കുട്ടിയെ പാമ്പ് കടിച്ചതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചർച്ചകളിലേക്കൊക്കെ തുടങ്ങിയത്. പിന്നീട് ആ വീടിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ നിരവധി പാമ്പുകളെയാണ് കിട്ടിയത്. നമ്മുടെ വയനാട്ടിൽ നിന്നും ഇപ്പോൾ മാനന്തവാടിയിൽ നിന്നും പാമ്പിൻ കുഞ്ഞുങ്ങളെയും പാമ്പിനെയൊക്കെ പിടികൂടിയ വാർത്തകളൊക്കെ ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ദിനംപ്രതി എന്നോണം മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ നിൽക്കണം, പാമ്പുകളെ സൂക്ഷിക്കണം, എങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇന്ന് വയനാട്ടിൽ പാമ്പുകടിയേറ്റാൽ ആൻറ്റിവെനം ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ തീർച്ചയായും ഇതിന് സെക്ഷൻ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും അത്തരം ഒരു പാമ്പ് കടിയേറ്റ് ആളുകൾ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സ നൽകുന്നതിലൂടെ അതിനുവേണ്ട എല്ലാ സജ്ജീകരണവും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളും കാരണങ്ങളും പ്രതിവിധികളുമൊക്കെ ഈ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഈ എപ്പിസോഡിൽ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ പാർവതി, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻ്റാണ്, എമർജൻസി മെഡിസിൻ. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും കേസസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയോ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക്? മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പം കിട്ടാറുണ്ട്. അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയയിലും അതേപോലെ ന്യൂസിലും നമ്മൾ എത്രമാത്രം പാമ്പ് കടിയുടെ കേസുകൾ കാണുന്നു, അതിൻ്റെ ഒരു പ്രതിഫലനം പോലെ നമുക്കും ഇവിടെ ഇതുപോലെ കേസസ് കാണാറുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ അങ്ങനത്തെ കേസസ് ഡീൽ ചെയ്തിരുന്നു. അപ്പം നമുക്ക് എല്ലായിടത്തും കൂടുകയാണ് കേസസ്. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും കൂടുകയാണ്. അത് നമുക്കിപ്പം ഉണ്ടായിട്ടുള്ള പരിസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളും അതേപോലെ എൻവയോൺമെന്റിൽ ഉണ്ടായിട്ടുള്ള ഈ വെതറിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ വന്നിട്ടുള്ള കേസിൽ ആന്റിവെനം കൊടുക്കാൻ അങ്ങനെയുള്ള കേസുകൾ കൊടുക്കേണ്ടി ഇപ്പം ഞാൻ കഴിഞ്ഞ 1-2 ദിവസത്തിൽ ആന്റിവെനം കൊടുക്കേണ്ട കേസസ് വന്നിട്ടില്ല. പിന്നെ നമ്മളിപ്പം എമർജൻസിയിൽ അങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നാലും അവിടുന്ന് പിന്നെ നമുക്ക് ഒരിക്കലും ആ ഒരു മണിക്കൂറിലോ 2 മണിക്കൂറിലോ എല്ലാം കൊണ്ടും ആന്റിവെനം വേണോ വേണ്ട എന്ന് തീരുമാനം വരെ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല നമുക്കുള്ളത്. ഇതിന് ഒത്തിരി വേണ്ട ഒരു കാര്യമാണ് ഒബ്സർവേഷൻ. അപ്പം 24 മണിക്കൂർ വരെ ഒബ്സർവേഷൻ വേണ്ടി വരുന്ന പേഷ്യൻസ് ഉണ്ടാകാം. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷമുള്ള പാമ്പാണ് കടിച്ചത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്സർവേഷൻ എത്ര സമയത്തോളം ഉണ്ടാവും? അത് ആന്റിവെനം കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എപ്പോഴാണ് എത്തുക? വിഷമുള്ള ഒരു പാമ്പാണ് കടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സയൻസ് ഓഫ് എൻവെനമേഷൻ എന്ന് പറയും. അങ്ങനെയുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് നമ്മുടെ രോഗിയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒട്ടും അതിനകത്തിൽ ഒരു ഡിലേ ഇല്ലാതെ നമ്മൾ ആൻറ്റിവെനം കൊടുക്കും. എന്നാൽ നമുക്ക് ആ ഒരു ഡിസിഷനെക്കാട്ടിലും ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ദൈർഘ്യം നീണ്ടുവരുന്ന അല്ലെങ്കിൽ അതിനൊരു തീരുമാനത്തിന് സമയം വേണ്ടി വരുന്നത് ഇത് വിഷമില്ലാത്ത ഒരു പാമ്പാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ്. നമ്മൾ ഇത്രയും പാമ്പുകടികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് തരത്തിലുള്ള പാമ്പുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ മാത്രം 100-ൽ പരം സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തിലെല്ലാം വിഷമുള്ള വിഷപ്പാമ്പുകളോ അല്ല. നമ്മൾ ഈ പറയുന്ന ഇത്രയും പാമ്പുകളിൽ മെയിനായിട്ട് നമ്മൾ പറയുന്ന അവയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബിഗ് 4 എന്നാണ്. അങ്ങനെ 4 ഏറ്റവും വിഷപ്പാമ്പുകൾ എന്ന നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും മെയിനായിട്ട് കണ്ടുവരുന്ന ഈ 4 എണ്ണമാണ് ഉള്ളത്. അതിനകത്തിൽ വരുന്നതാണ് മൂർഖൻ, കോബ്ര, പിന്നുള്ളത് അണലി അല്ലെങ്കിൽ റസൽസ് വൈപ്പർ, പിന്നെ അതിൻ്റെ തന്നെ ഒരു വകഭേദമായിട്ടുള്ള ചുരുട്ട അണലി എന്ന് പറയുന്ന സോസ്കെയിൽ വൈപ്പർ, 4ാമത് ശംഖുവരയൻ, ക്രേറ്റ്. ഈ 4 എണ്ണമാണ്. ഇത് കൂടാതെ കേരളത്തിൽ കണ്ടുവരുന്ന അതിൻ്റെ തന്നെ അണലിയുടെ തന്നെ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് ഒരു പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന ഒരെണ്ണം. അപ്പോൾ ഈ 5 എണ്ണമാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഇതിനപ്പുറം ബാക്കിയുള്ളതെല്ലാം ഒരുപക്ഷെ വിഷാംശം ഇല്ലാത്ത പാമ്പുകൾ, വിഷപ്പാമ്പുകൾ അല്ലാത്തവ ഉണ്ടാകാം. അതുപോലെ തന്നെ വിഷമുള്ള പാമ്പാണെങ്കിലും ഡ്രൈ ബൈറ്റ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതായത് വിഷമുള്ള പാമ്പാണെങ്കിലും അത് ആ കടിക്കുന്ന സമയത്ത് വിഷാംശം നമ്മുടെ ബോഡിയിലേക്ക് എത്തിയിട്ടില്ലാത്ത ഒരവസ്ഥ അങ്ങനെ ഉണ്ടാകും. അത് എത്തിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അത് കൂടുതലും സംഭവിക്കുക പാമ്പ് അതിന് മുന്നേ ഇരയിട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മനുഷ്യനെ അത് കടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ വിഷത്തിൻ്റെ അംശം ഉള്ളിലേക്ക് എത്തുന്നത് വളരെ കുറവോ അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടാവുകയില്ല, അങ്ങനെയാകാം. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊന്നും നമുക്ക് ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. നമുക്ക് സയൻസ് ഓഫ് എൻവെനമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൊടുക്കും. പക്ഷേ ഇല്ല, അതായത് ഇതൊരു വിഷപ്പാമ്പല്ല എന്നുള്ളത് ഉറപ്പാക്കാൻ നമുക്ക് ഒരിക്കലും ഒന്ന് കണ്ട് 1 മണിക്കൂറിൽ 2 മണിക്കൂറിൽ നമുക്ക് അങ്ങനെ തീർപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ, നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ പാമ്പ്
നമ്മളിപ്പോൾ ഈ പറഞ്ഞ 4 തരത്തിലുള്ള അല്ലെങ്കിൽ 5 തരത്തിലുള്ള പാമ്പിനകത്ത് തന്നെ അത് 2 തരത്തിലാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിനെ അത് അഫക്റ്റ് ചെയ്യാം. ന്യൂറോടോക്സിക് അല്ലെങ്കിൽ ഹീമോടോക്സിക് അങ്ങനെയാണ് പറയുന്നത്. ന്യൂറോടോക്സിക് എന്ന് പറയുമ്പോൾ നാഡീ വ്യവസ്ഥയെ അഫക്റ്റ് ചെയ്യുന്നതും ഹീമോടോക്സിക് എന്ന് പറയുമ്പോൾ രക്തസ്രാവം ഉണ്ടാക്കുന്നതും ഈ 2 രീതിയിലുള്ളതാണ്. ഇതിൽ ന്യൂറോടോക്സിക് ആയിട്ടുള്ള പാമ്പ് കടി ഏറ്റാൽ ജനറലായിട്ട്, അതായത് ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് കടിച്ച ഭാഗത്ത് വേദന ഉണ്ടാകാം, അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാകാം, അവിടെ വീക്കം വരിക, നീര് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത് ന്യൂറോടോക്സിക് അല്ലെങ്കിൽ നാഡി വ്യവസ്ഥയെ നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വിഷം ഉള്ള തരത്തിലുള്ള പാമ്പാണെങ്കിൽ ഏറ്റവും ആദ്യം ഒരുപക്ഷെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക, ആളിന് മൊത്തത്തിൽ തളർന്നു പോകുന്ന പോലെ തോന്നുക, പിന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് രണ്ടായി കാണാൻ തുടങ്ങുക, കണ്ണിൻ്റെ പോള നമുക്ക് നേരെ തുറന്ന് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവാം. കുറച്ചുകൂടെ അത് പ്രോഗ്രസ് ചെയ്യുക, അതായത് നമുക്ക് അന്നേരം ഒന്നും വൈദ്യസഹായം തേടാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കാം. അത് വിഷാംശം എത്രമാത്രം വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ചിലപ്പോൾ അങ്ങനെ അത് പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാക്കാം, കഴുത്ത് നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാകാം, വയറുവേദന, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുമായിട്ടും ന്യൂറോടോക്സിക് ആയിട്ടുള്ള സ്നേക്ക് ബൈറ്റ് അത് പ്രസൻറ്റ് ചെയ്യാം. ഹീമോടോക്സിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രക്തസ്രാവമാണ് അത് കൂടുതലായിട്ടും ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും രക്തം പുറത്തേക്ക് വരാം. അത് വായിൽ നിന്നാകാം, മൂക്കിൽ നിന്നാകാം, ഈവൻ മൂത്രത്തിൽ വരാം, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ അതിനുശേഷം കൈ ഒന്നിടിച്ചാൽ ചിലപ്പോൾ അവിടെ കരിനീലിപ്പായിട്ട് വരാം. അങ്ങനെ ഏത് രീതിയിലും രക്തത്തിന്റെ അങ്ങനെ വരാൻ സാധ്യതയുള്ള അത് അണലിയാണ്. വൈപ്പർ ബൈറ്റിലാണ് ഹീമോടോക്സിസിറ്റി കാണുന്നത്. നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കേസിന്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരിക്കലും ഇത് മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ഉറപ്പല്ല. അതായത് ഇപ്പം നമ്മൾ ഈ പറയുന്ന മൂർഖൻ പാമ്പ് കടിച്ചിട്ടും ബ്ലീഡിങ് ഉണ്ടാകാവുന്ന അവസ്ഥയും കണ്ടിട്ടുണ്ട്. അണലി കടിച്ചിട്ട് അതേപോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം മെയിനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ തന്നെ ഈ അതായത് നമ്മൾ ഈ പറഞ്ഞ വിഷാംശം എങ്ങനെയാണ് ശരീരത്തിൽ ആക്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളെ ഒരു അത് പരിശോധനയ്ക്ക് മുമ്പ് ആന്റിവെനം കൊടുക്കുന്നതിന് മുമ്പ് അല്ല, ഇത് ഞാൻ പറഞ്ഞത് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണാം, ഈ ലക്ഷണങ്ങളാണ് നിങ്ങൾ നിരീക്ഷിക്കുക. ഈ ലക്ഷണങ്ങളാണ് ഒരു രോഗി, ഈ ലക്ഷണങ്ങളോട് കൂടിയായിരിക്കണം ഒരു രോഗി ഈ പറഞ്ഞ പാമ്പ് കടിയാണെങ്കിൽ കൂടുതലായിട്ടും വരിക. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം വിഷപ്പാമ്പുകളായിരിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെ ഇല്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒബ്സർവേഷൻ വേണ്ടി വരും. അപ്പം പലപ്പോഴും നമ്മൾ 24 മണിക്കൂർ വരെ ഒബ്സർവേഷൻ ചെയ്തിട്ട് അതിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിൽ സയൻസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പം നമ്മൾ ആൻറ്റിവെനം കൊടുക്കുകയാണ്. അല്ല, നമുക്കിപ്പോൾ എമർജൻസിയിൽ അല്ലെങ്കിൽ ഏതൊരു പോയിന്റിൽ നമ്മൾ രോഗിയെ കാണുന്നു അവിടെ ഈ പറഞ്ഞ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ആ പോയിന്റിൽ തന്നെ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുന്നതുമാണ്. ഈ ആൻറ്റി സ്നേക്ക് വെനം ഇപ്പോൾ ഓൾറെഡി ഡോക്ടർ മൂപ്പൻസിലൊക്കെ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് ലഭ്യമാണ്. ആൻറ്റി സ്നേക്ക് വെനം നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ടൊരു പ്രവണതയുണ്ട്, കടിച്ച പാമ്പിനെ പിടിച്ചുകൊണ്ട് വരിക എന്നൊക്കെയുള്ള ഒരു രീതി. അത് ഒരുപാട് അപകടമുള്ളൊരു കാര്യമാണ്. കടിച്ച രോഗിയെ കൂടാതെ കൂടെ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കടിയേൽക്കാനും കൂടുതൽ അപകടത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം പാമ്പ് ഇന്നതാണ് എന്ന് അതിൻ്റെ ഫീച്ചറുകൾ, അതായത് ഇങ്ങനെയൊക്കെയാണ് അത് കാണുന്നത് എന്ന് അറിഞ്ഞാൽ നല്ലതാണ്, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനെ കൊണ്ടുവന്നാലേ നമുക്ക് ചികിത്സിക്കാൻ പറ്റൂ എന്നൊരവസ്ഥയില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറൈസേഷൻ വെച്ചിട്ട് ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട് ഇതായിരിക്കണം പാമ്പെന്നുള്ളത്. അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ജോലി കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ അതിനെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആർക്കും അതിനകത്ത് നിന്ന് ഒരു ഉപയോഗമില്ല, അപകടം കൂടുന്ന ഒരു അവസ്ഥയാണ് അതിലുള്ളത്. ഈ കടിക്കുന്ന പാമ്പ് ഈ പറയുന്ന 4 വർഗത്തിൽ ഏതാണെങ്കിലും ഒരേ ആന്റിവെനം തന്നെ. അതെ, നമുക്ക് ആന്റി സ്നേക്ക് വെനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മൊത്തം ലഭ്യമായിട്ടുള്ള ഒരു ഫോർമുലേഷനാണ്. അതിനകത്ത് ഈ പറഞ്ഞ കിങ് കോബ്ര, റസൽസ് വൈപ്പർ, സോസ്കീൽ വൈപ്പർ, കോമൺ ക്രീറ്റ്, ഈ 4 എണ്ണത്തിനും എതിരെ പ്രവർത്തിക്കാൻ സജ്ജമായിട്ടുള്ള ഫോർമുലേഷനാണത് ഉള്ളത്. അതെ, അപ്പം ഒരാളിന് ഈ പറഞ്ഞ ആന്റി സ്നേക്ക് വെനം കൊടുക്കുമ്പോൾ ഈ 4 എണ്ണത്തിനെതിരെയും അത് ആക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് പാമ്പാണോ കടിച്ചത്, ആളിൻ്റെ രോഗിയുടെ സിംറ്റംസ് എങ്ങനെയാണ് എന്നനുസരിച്ചാണ് നമ്മൾ എത്ര ഡ്യൂറേഷനിലും എത്ര ഡോസും കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിന് ഫർദർ മോണിറ്ററിങ് വേണ്ടി വരും. ചിലപ്പം രക്തസ്രാവം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ 30 ഡോസ് വയൽ വരെ കൊടുക്കാം, മറ്റേതിനാണെങ്കിൽ 20 വരെ. അത് നമ്മളുടെ ഒരു കണക്ക് രോഗിയുടെ ലക്ഷണങ്ങൾ വെച്ചിട്ട് പറയുന്നതാണ്. പക്ഷേ ആദ്യം കൊടുക്കുന്നത് എപ്പോഴും ആൻറ്റി സ്നേക്ക് വെനം, അത് കോമൺ ആണ്. ഈ ഇപ്പോൾ ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു ടൈം, ഇപ്പം മേപ്പാടിയിലാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് വരേണ്ടതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എങ്ങനെ വന്നാലും നമുക്കൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഈ ഒരു ടൈം ലാഗ് ചെയ്യുന്നത് പ്രശ്നമാവുന്നുണ്ട്. ഏറ്റവും
ആദ്യം വൈദ്യസഹായം തേടാൻ പറ്റുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഒരിക്കലും അതിനകത്തുണ്ടാകുന്ന ഡിലേ നമുക്ക് നേരത്തെ പറയാൻ പറ്റുന്നതല്ല. ഓരോ ആൾക്കാരിലും എത്രമാത്രം വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നുള്ളതും അതിനോട് ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അല്ല. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പം വിഷത്തിൻ്റെ അംശം ചെന്നത് കുറവായിരിക്കാം. അപ്പം നമുക്കത് ആദ്യമേ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് ഏറ്റവും ഉത്തമം ഏറ്റവും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുക എന്നുള്ളതാണ്. ഈ സമയം ലാഗ് ചെയ്യുന്നത് പ്രശ്നം തന്നെയാണ്. ഉറപ്പായിട്ടുമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തുടക്കത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസം എടുക്കുന്നതേ നിന്ന് പോവാം. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കുന്ന നിന്ന് പോയാൽ അറിയാലോ, പെട്ടെന്ന് തന്നെ ഹൃദയമിടിപ്പ് വരെ നിൽക്കാനും പെട്ടെന്നൊരു കാർഡിയക് അറസ്റ്റിലേക്ക് വരെ പോകാനുള്ള ഒരു സാധ്യത അതിനകത്തുണ്ട്. കാർഡിയക് അറസ്റ്റിൽ റെസ്പിറേറ്ററി ആയിട്ടുള്ള ഫെയിലിയർ വന്നിട്ട് ശ്വാസം എടുക്കുന്നില്ല, റെസ്പിറേറ്ററി ഫെയിലിയർ, ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ അത് പ്രോഗ്രസ് ചെയ്തിട്ടാണ് കാർഡിയക് അറസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ അത്രയും കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഏത് ഹോസ്പിറ്റലിലാണ് നമുക്ക് ASV ലഭ്യമാകുക അവിടെ ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ വരുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല അത് ഇപ്പം ഒരു പാമ്പ് തന്നെയാണോ കടിച്ചെന്ന് പലപ്പോഴും നമുക്ക് അറിയണം എന്നില്ല. ഇപ്പം അത് ഭയത്തിലേക്ക് മാറിയിട്ടുണ്ട്, എന്ത് കടിച്ചാലും അതാണോ എന്നൊരു സംശയം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ഇഴജന്തു കടിച്ചതായാലും അല്ലെങ്കിൽ ഒരു കടി കിട്ടി എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ പോലും വൈദ്യസഹായം തേടുക. നമുക്ക് എന്തുകൊണ്ട് ഉറപ്പിക്കുന്നതാണ് നല്ലത്. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ച് മരുന്ന് വേണ്ട എന്ന് തീരുമാനിക്കുന്നതായിരിക്കുമല്ലോ എന്തുകൊണ്ട് ഉത്തമം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അതും ഏറ്റവും ലാഗ് ഇല്ലാതെ, ഒരു ഡിലേയും ഇല്ലാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണാൻ പറ്റുമോ അത്രയും നല്ലത്. ഇപ്പോൾ ഈ കടിച്ച സ്ഥലത്ത് നിന്ന് പെട്ടെന്നൊരു പാമ്പ് കടിച്ചാൽ പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പലരും ഒരു തെറ്റിദ്ധാരണ പല കാലങ്ങളിൽ അതിൻ്റെ തൊട്ടുമുകളിൽ വലിച്ച് കെട്ടി മുറുക്കി. അതെ, ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണ്. ഒരു പാമ്പ് കടിച്ചു എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതനുസരിച്ച് മനസ്സിലായിട്ടുണ്ടാവും, പലപ്പോഴും അത് വിഷപ്പാമ്പ് ആവണമെന്നില്ല. അപ്പം റീഅഷുറൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ രോഗിയെ ശാന്തമാക്കി സമാധാനിപ്പിച്ച് വെക്കുക എന്നുള്ളത്. നമുക്ക് പറയാം, അതായത് നിങ്ങളിപ്പം അടുത്ത് തന്നെ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം, വിഷം ഉണ്ടാവണം എന്നില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുക. സമാധാനിപ്പിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, നമ്മൾ എത്രയും കൂടുതൽ പാനിക് ആവുന്നോ അത്രയും കൂടി ഹാർട്ട് ബീറ്റ് കൂടുന്നു, സർക്കുലേഷൻ കൂടുന്നു, ആ വിഷം ശരീരത്തിലേക്ക് അത്രയും പടരാനുള്ള സാധ്യതയാണ് കൂടുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും രോഗിയെ നമ്മൾ ശാന്തമാക്കി സമാധാനമാക്കി വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നീട് മിക്കവാറും സാഹചര്യങ്ങളിൽ കണ്ടുവരുന്നത് കയ്യിലോ കാലിലോ ആയിരിക്കും കടി കിട്ടുക. അപ്പോൾ ഏത് ഭാഗമാണോ അത് ഇമ്മൊബിലൈസ് ചെയ്യുക, കാലാണെങ്കിലും കൈയാണെങ്കിലും. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കഷ്ണം തടിയാകാം, അല്ലെങ്കിൽ വീട്ടിനുള്ളിലാണെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ ഒരു റോളായാലും മതി. ഒരു സപ്പോർട്ട് കൊടുക്കുക. അത് കെട്ടുമ്പോഴും നമ്മൾ എന്തുകൊണ്ടും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ടൈറ്റായിട്ട് കെട്ടുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നമുക്കൊരു സപ്പോർട്ട് വേണം. ആ ഭാഗം നമുക്ക് അനക്കാതെ വെക്കുക എന്നുള്ളതാണ്. അനക്കുമ്പോഴും കൂടുതൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതൊരു കാര്യം. പിന്നീട് ഇപ്പോൾ ഒരു വിരലിലാണ് കടിച്ചതെന്ന് വിചാരിക്കുക, അപ്പം മോതിരമോ ബ്രേസ്ലെറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പിന്നീട് നീര് വന്നു കഴിഞ്ഞാൽ അത് കാരണം ബുദ്ധിമുട്ടുണ്ടാകാം. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്, പ്രായോഗികമാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ക്രേപ്പ് ബാൻഡേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റീസ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് കാലിലേക്ക് കെട്ടാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അത് കെട്ടുമ്പോഴും ഇപ്പോൾ ഒരു മുറിവ് ഇപ്പോൾ ഒരു ലെവലിലുണ്ടെങ്കിൽ അതിൻ്റെ മേളിലേക്കാണ് അത് ചെയ്യേണ്ടത്. അതും വളരെ ഒരിക്കലും അത് ടൈറ്റായിട്ട് കെട്ടണം എന്നല്ല, ഒരു വിരൽ നമുക്ക് രണ്ട് വിരൽ കടത്താൻ പറ്റുന്ന രീതിയിൽ അത് കെട്ടിവെക്കാം. ഇത് ചെയ്യാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വേറൊരു അബദ്ധം കൂടി ചെയ്തതായിട്ട് കേട്ടു. അല്ല, ഇത് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക, വേറെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ല, ഈ രക്തം അതെ, അതായത് പണ്ടൊക്കെ നമ്മൾ കാണാറുണ്ട്, അതിന്റെ മേളില് മുറിവുണ്ടാക്കി വിഷം കളയുക, അല്ലെങ്കിൽ ഊറ്റിയെടുക്കാൻ ശ്രമിക്കുക, പിന്നെ മഞ്ഞൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിന്റെ മേളിലേക്ക് ഇടുക. ഇതൊന്നും ചെയ്യരുത്. ഇതൊന്നും നമുക്ക് ഒരിക്കലും സയന്റിഫിക് ആയിട്ട് ഇതിനൊന്നും ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളല്ല. അപകടങ്ങൾ കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ ഇതൊക്കെ ചെയ്താൽ. അപ്പോൾ അത് ചെയ്യരുത്. അതേപോലെ ഈ വരിഞ്ഞ് കെട്ടുന്ന ഒരു ഇത് കാണാറുണ്ട്, എന്തെങ്കിലും തുണിയോ കയറോ അങ്ങനെയൊക്കെ വെച്ചിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴും ആ പർട്ടിക്കുലർ എവിടെയാണോ നമ്മൾ കെട്ടുന്നത് അതിന് താഴത്തേക്കുള്ള രക്തയോട്ടം കുറയുകയാണ്. ആ കോശങ്ങളെല്ലാം ദ്രവിച്ചു പോകാൻ വരെയുള്ള സാധ്യത, പലപ്പോഴും അങ്ങനെ വിരലൊക്കെ മുറിച്ച് കളയേണ്ടി വരെയുള്ള അവസ്ഥ വന്നേക്കാം. അതെ, കാരണം ഒരുപാട് സമയം ഇപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ അങ്ങനെ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ കെട്ടിയേക്കുന്നത് അതിൻ്റെ താഴത്തേക്കുള്ള രക്തയോട്ടം ഇല്ല, നിലച്ചുപോയി. പിന്നെ അവിടുത്തെ കോശങ്ങളെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാം. പിന്നീട് ഈ ചൂട് വെക്കുക, തണുപ്പ് വെക്കുക, ഇതൊന്നും ചെയ്യരുത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഒന്നും ചെയ്യാത്തതാണ് ഏറ്റവും ഉത്തമം. പിന്നെ മറ്റൊരു ചോദ്യത്തിന് പോലും ഈ കാര്യങ്ങൾ ഓർക്കുക, ഇത് ചെയ്യുക, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളത് ഓർക്കുക. പിന്നെ ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി. ഈ ആന്റിവെനം നൽകി കഴിഞ്ഞാൽ ആ രോഗിക്ക് ആ
ശരീരത്തിൽ കയറിയിട്ടുള്ള വിഷത്തിന്റെ അളവ് അനുസരിച്ചാണോ റിക്കവർ നമ്മൾ ചെയ്യുന്നത്? പറഞ്ഞല്ലോ, ആദ്യം കൊടുക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഡോസാണ്. നമ്മൾ എല്ലാ രോഗികൾക്കും ഏത് തരത്തിലുള്ള കടിയേറ്റതാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു കോമൺ ഡോസാണ്. അതിനുശേഷം രോഗിയുടെ ലക്ഷണങ്ങൾ അനുസരിച്ച് എത്ര കൂടുമ്പം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതും എത്ര ഡോസ് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതും നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത്. അതിപ്പം ന്യൂറോടോക്സിക് എന്ന് നമ്മൾ പറയുന്നതാണെങ്കിൽ അതിനും, അതേപോലെ ഹീമോടോക്സിക് ആണെങ്കിൽ അത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങൾ അതിൻ്റെ കൂടെ വരും. പക്ഷേ ആൻറ്റി സ്നേക്ക് വെനം ഇനിഷ്യലി ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഒരേ ഡോസാണ് എല്ലാവർക്കും. പിന്നീട് നമ്മൾ മാറ്റും എന്നല്ല, പിന്നീട് നമ്മൾ തീരുമാനിക്കും എത്ര കൂടി കൊടുക്കണം, എത്ര മണിക്കൂറിന് ഇടവിട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ. ഈ സർവൈവൽ ചാൻസ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് ശരിക്കും? ഈ ആന്റിവനം കൊടുത്തു കഴിഞ്ഞാൽ ചിലരൊക്കെ ആന്റിവനം കൊടുത്തിട്ടും പിന്നീട് അത് അത്രയും ആന്റിവനം കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ശരിക്കും ഈ ആന്റിവനം എന്നുള്ള ഫോർമുലേഷനിൽ ഒരു സാധാരണ ബൈറ്റിൽ ഒരു പാമ്പിന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വിഷത്തിൻ്റെ അളവ് എത്രയാണോ അതിനെക്കാട്ടിലും ഒരുപാട് ഇരട്ടി ആൻറ്റി സ്നേക്ക് വെനത്തിൽ നമുക്ക് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ടും പലപ്പോഴും അങ്ങനെ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഓൾറെഡി അതിൻ്റെ എല്ലാ പ്രോസസ്സും തുടങ്ങിക്കഴിഞ്ഞു. അപ്പം എത്രയും കൂടുതൽ വൈകുന്നു അത്രയും കൂടി നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള സാധ്യത കുറയുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴും സംഭവിക്കുന്നത് പെട്ടെന്ന് ഈ ന്യൂറോടോക്സിക് ആയിട്ടുള്ള ബൈറ്റിലൊക്കെ ആൾക്കാർക്ക് റെസ്പിറേറ്ററി പാരലിസിസ് ഒക്കെ വരാം. അപ്പം പെട്ടെന്ന് അറസ്റ്റിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നേക്കാം. അതൊക്കെ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആൻറ്റി സ്നേക്ക് വെനം എത്രമാത്രം വിഷമുണ്ടോ അതിനനുസരിച്ചായിരിക്കും ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആൻറ്റിവനം കൊടുത്ത് രക്ഷപ്പെട്ട ഒരാൾക്ക് പിന്നീട് അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകും? ആൻറ്റി സ്നേക്ക് വെനത്തിന് നമ്മൾ ഒരിക്കലും ജനറലായിട്ട് ഒരു കോൺട്രാ ഇൻഡിക്കേഷനും പറയുന്നത്, അതായത് ഒരു രോഗിക്ക് ഇത് കൊടുക്കരുത് എന്ന് പറയാൻ നമ്മുടെ മുന്നിൽ ഒന്നുമില്ല. ഒരു കുട്ടിയാണെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിലും ഉൾപ്പെടെ നമ്മൾ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കും. ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുന്നത് കൊണ്ട് ലോങ് ടേം ഇഫക്ട്സ് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കാണാറില്ല. മറിച്ച് വിഷം ഉള്ളിൽ ചെന്നത് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യത്യാസങ്ങളാണ്. ഇപ്പം ചിലപ്പോൾ നമുക്ക് ഈ ന്യൂറോടോക്സിക് ആയാലും അതേപോലെ ഹീമോടോക്സിക് ആയാലും ചിലപ്പം ഇത് കാരണം പക്ഷാഘാതം പോലെയുള്ള വ്യത്യാസങ്ങൾ രോഗികൾക്ക് വന്നു വന്നിരിക്കാം. തലയിലുള്ള ഞരമ്പുകളിലൊക്കെ ബ്ലോക്ക് വരിക, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലേക്ക് പോകാറുണ്ട്. ചിലപ്പം പെട്ടെന്ന് തന്നെ ഹൃദയത്തിൽ അതിന് ഇഫക്റ്റ് ഉണ്ടാകാം. ഈ ടോക്സിൻ വെനം അത്രയും ഉള്ളിൽ ചെല്ലുമ്പോൾ അത് കാരണം ഉണ്ടാകുന്നത്. അതുപോലെ അതെല്ലാം വെനത്തിൻ്റെ ഇഫക്റ്റ് ആയിട്ടാണ്. ഒരിക്കലും ആൻറ്റി സ്നേക്ക് വെനം കൊടുത്തത് കാരണം ഒരാളിന് ലോങ് ടേം ഇഫക്റ്റ് എന്ന് പറയാൻ നമുക്ക് പൊതുവെ അങ്ങനെ ഇല്ല. പിന്നെ അലർജിയാണ് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേറെ ട്രീറ്റ്മെന്റുകൾ നൽകാറുണ്ടാവും അല്ലേ? സൈഡ് ഇഫക്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ അലർജി ചില പേഷ്യൻസ് ഉണ്ടാവും, പൊതുവേ തന്നെ ഒരു അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ അലർജി നമ്മൾ കൊടുക്കുന്ന സമയത്ത് കാണുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ ചെറിയ ഡോസുകൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സെൻസിറ്റൈസ് ചെയ്ത് നമ്മൾ മൊത്തം ഡോസ് കൊടുക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ഇതിൻ്റെ കുറേ കാലത്തേക്ക് പിന്നീട് ഇപ്പോൾ പലപ്പോഴും വായിച്ചു കേട്ടിട്ടുണ്ട്, ആൾ പക്ഷാഘാതം വന്ന് തളർന്നു പോയി കിടന്നിട്ട് പാമ്പ് കടിക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംഭവിക്കുന്നത് ഓൾറെഡി ഒരു റെയർ കേസ് ആണെന്ന് പറയാമോ? റെയർ അല്ല, നമ്മൾ കാണാറുണ്ട് അങ്ങനെ വരുന്നത്. ഈ എത്രയും താമസിക്കുന്ന അപ്പോഴാണ് അതിനുള്ള സാധ്യതകളും കൂടുന്നത്. അത്രയും കൂടി ബോഡിയിൽ പറഞ്ഞ ഇത് നമ്മുടെ ഒരു ബ്ലഡിന്റെ ക്ലോട്ടിങ്ങും അതെല്ലാം മൊത്തത്തിൽ അഫക്റ്റ് ആവുകയാണ് ചെയ്യുക. ഇത് പാമ്പ് കടിയേറ്റാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രധാനമായിട്ടും ഏതൊക്കെ അവയവത്തെയാണ്? കിഡ്നി മുതൽ അങ്ങനെ അല്ല, നമ്മൾ പറഞ്ഞ രണ്ട് തരത്തിലാണ് അതിന്റെ ടോക്സിന്റെ ഇതുള്ളത്. അപ്പോൾ ഒന്ന് CNS അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ അഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാമതുള്ളത് ഹീമോടോക്സിക് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോട്ടിങ് ഇതിനെയാണ് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുക. പക്ഷേ ഇതിനകത്തിൽ ഏതാണെങ്കിലും പ്രത്യേകിച്ച് ഈ ക്ലോട്ടിങ്ങിൻ്റെ ഹീമോടോക്സിക് ആയിട്ടുള്ളതിനകത്തിൽ നമ്മൾ കണ്ടുവരുന്നത് അത് കാരണം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കിഡ്നിയിൽ ഡാമേജ് വരാം, ഹാർട്ടിൽ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇഫക്റ്റ് അല്ല, മറിച്ച് വെനം അല്ലെങ്കിൽ ഈ വിഷം നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അത് സർക്കുലേഷനിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതായത് കിഡ്നിയിലും ഹാർട്ടിലും ഒക്കെ അതിൻ്റെ ഇഫക്റ്റുകൾ വരും. അത് ഏറ്റവും കൂടുതൽ കാണുക ഒരു ഇമീഡിയറ്റ്ലി തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇമീഡിയറ്റ്ലി നമുക്ക് എത്രയും പെട്ടെന്ന് ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുന്നുണ്ടോ അപ്പം ഇതിനുള്ള ഒരു ചാൻസസ് നമ്മൾ കുറയ്ക്കുകയാണ്. ഈ കുട്ടികളിലേക്കൊക്കെ കടിയേറ്റിട്ടുണ്ടല്ലോ ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ അവർ ഇപ്പം നമ്മളുണ്ടായ ഒരു സംഭവത്തിൽ ഒരു കൊച്ച് സർവൈവ് ചെയ്തു. അപ്പോൾ ആ കൊച്ചിനൊക്കെ ഇനി അടുത്ത സമയങ്ങളിൽ ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയിട്ടോ എന്തെങ്കിലും? റിക്കവർ ആയിട്ടുണ്ട്, ആ ഒരു ഇനിഷ്യൽ ഫേസ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അതിനകത്തിൽ ഉണ്ടാവുക. അപ്പം വേറെ ലോങ് ടേം ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ അതായത് ഒരു പാമ്പിൻ്റെ വിഷം ചെന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പിന്നീടത്തേക്ക് എന്നത്തേക്കും ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഒരു ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വാർത്തകളാണ് എല്ലാ ദിവസവും വന്നുകൊണ്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രതിരോധം അതാണ് ഏറ്റവും
വേണ്ട ഒരു കാര്യം മുൻകരുതലുകൾ എടുക്കുക. നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അതിന് ഏറ്റവും നല്ല പ്രിവെൻഷൻ അത് തന്നെയാണല്ലോ. എങ്ങനെയെങ്കിലും ഇതിനെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അപ്പം വീടിനുള്ളിൽ നമുക്ക് അറിയാം കയറുന്നത് ജനലിൽ കൂടിയോ വാതിലിൽ കൂടിയോ ഒക്കെയാണ്. തുറന്നിടാതിരിക്കുക എന്ന് പറയുന്നത് ഇപ്പം പ്രായോഗികമല്ല. അതുകൊണ്ട് നെറ്റ് അടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളിലേക്ക് പാമ്പെന്നല്ല ഇഴജന്തുക്കൾ ഒന്നും കയറാതിരിക്കാൻ നമുക്ക് വേണ്ട സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളത്. രണ്ടാമത് വീടിനും ചുറ്റും മലിനീകരണം, അതായത് മാലിന്യങ്ങൾ കൂടിക്കിടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പം അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അവിടെ പാമ്പുണ്ടാകാം. രണ്ടാമത് എലിക്ക് ഉള്ള ഒരു സാധ്യതയുണ്ട്. എലി എന്ന് പറയുന്നത് പാമ്പിനെ ആകർഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് എലി കൂടിയാലും പാമ്പ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് വീടിൻ്റെ ഉള്ളിലേക്ക് വളർന്നു നിൽക്കുന്ന ചെടികളോ മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ശിഖരത്തിൽ കൂടി ഇലയിൽ കൂടിയൊക്കെ അകത്തേക്ക് പാമ്പ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഈ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാൻ പോകുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കുക. കാരണം അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ് പാമ്പ്. അത് പാമ്പ് ഇവിടെ നമ്മുടെ അടുത്ത് വരുന്നത് തണുപ്പ് തേടിയിട്ടാണ്. ചെടിക്ക് വെള്ളം നനയ്ക്കാൻ പോകുമ്പോഴും അങ്ങനെയുള്ള കൈയും കാലും ഒക്കെ ഈ പറഞ്ഞൊരു ചെടികൾക്കിടയിലേക്ക് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. കൃഷിയിടങ്ങളിൽ പറ്റുന്നത്രയും ബൂട്ടും അതേപോലെ ഗ്ലൗസും ഒക്കെ ഉപയോഗിക്കുക. ചെരുപ്പിട്ടുകൊണ്ട് മാത്രം പുറത്തിറങ്ങുക. പിന്നീട് ഇപ്പം വളരെയധികം നമ്മൾ കണ്ടുവരുന്നത് വീടിൻ്റെ ഉള്ളിലാണ് പാമ്പുണ്ടാവുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ശംഖുവരയൻ പോലെയുള്ള ക്രേറ്റ് എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലാണ് കൂടുതലും കടിക്കുക. അതേപോലെ വീട്ടിൽ തണുപ്പ് തേടിയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഈ തലയാണയുടെ അടിയിലും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ തന്നെയാണ് കേസുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ബെഡൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് പാമ്പെന്ന് മാത്രമല്ല ഇഴജന്തുക്കൾ ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കി ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് മാത്രം രാത്രിയിലൊക്കെ കിടക്കുക. പിന്നെ സോക്സ്, നമ്മൾ ഷൂസ് ഇടുമ്പം അല്ലെങ്കിൽ ജാക്കറ്റ് അങ്ങനെയുള്ള എന്തായാലും ഉള്ളിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഇഴജന്തുക്കൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിൽ കണ്ട് അത് തട്ടിക്കുടഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ കുറച്ചുകൂടി ഒരു കെയർ എടുത്ത് ചെയ്യുക. ഇപ്പോൾ വളരെ നമുക്ക് വിലപ്പെട്ട കുറേ അറിവുകളാണ് നൽകിയത്. നമ്മൾ വായിച്ചിട്ടുണ്ടാകും പല കാര്യങ്ങളും. അതിനേക്കാൾ ഉപരി കുറേ കൂടി ആഴത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു യുവാവ് സ്വന്തം പോക്കറ്റിൽ താഴെ കിടന്ന പാമ്പിനെ എടുത്തിട്ടു. ആ പാമ്പ് യുവാവിൻ്റെ കൈക്ക് കടിച്ചു. അപ്പോൾ കടി ചോദിച്ച് വാങ്ങുന്നവരുണ്ട്. ആ കൂട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ട. നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മുടെ വീടും പരിസരമൊക്കെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഡോക്ടർ പാർവതി നമുക്ക് പറഞ്ഞു നൽകി. ഏതായാലും ഈ ഒരു എപ്പിസോഡിൽ വളരെ വിശദമായ അറിവുകൾ പാമ്പ് കടിയും പാമ്പ് വിഷവുമായി ബന്ധപ്പെട്ട് നൽകിയതിന് ഡോക്ടർ പാർവതിക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു വിഷയവും മറ്റൊരു ഡോക്ടറുമായിട്ട് കാണും. നമസ്കാരം.